വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, ഇന്നത്തെ ദിവസം നമ്മുടെ ഈ ആഘോഷവേളയിൽ ഒരു അതിഥിയായി വീണ്ടും ക്ഷണിക്കപ്പെടുന്നു എന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷവും അഭിമാനവുമുണ്ട്. കാരണം പഠിച്ചിരുന്ന കാലത്ത് ഇവിടുത്തെ വേദിയിൽ ഒരു മത്സരാർത്ഥി നിലയിൽ നിന്ന് സംസാരിക്കുകയും പിന്നീട് പഠിച്ചതിന് ശേഷം പിന്നീട് മക്കൾ പഠിക്കുന്ന കാലത്ത് PTA അംഗം എന്ന നിലയിൽ വീണ്ടും ഈ വേദിയിൽ കയറി നിൽക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. പിന്നീട് കലാകാരൻ എന്ന നിലയിൽ മാറി മാറി വരുന്ന എല്ലാ ചടങ്ങുകളിലും അതിഥിയായിട്ട് വരാനുള്ള ഭാഗ്യം ലഭിച്ചാണ്. എന്തുകൊണ്ടും വളരെയധികം സന്തോഷവാനും ഭാഗ്യമായ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് ഞാൻ എന്ന വിദ്യാർത്ഥി. അത് വളരെ അഭിമാനം കൊള്ളുകയാണ്. സമൂഹം ഹൈസ്കൂൾ എന്ന് പറയുന്ന വിദ്യാലയത്തിൽ നിന്ന് തന്നെയാണ് എൻ്റെ കലാകാരൻ എന്ന രീതിയിലേക്ക് ഞാൻ തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടുത്തെ ഓരോ വേദികളിലെ കലോത്സവങ്ങളിലും ഓരോ ആനിവേഴ്സറികളിലും യുവോത്സവം തന്നെയാണ് ഞാനെന്ന കലാകാരനെ പരിചയപ്പെടുത്തിയത്. അതിൻ്റെ പിന്നിൽ അന്നത്തെ എൻ്റെ പ്രിയപ്പെട്ട നിരവധി അധ്യാപകരുണ്ട്, എൻ്റെ നിരവധി സുഹൃത്തുക്കളുണ്ട്. ആ കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർ, പ്രത്യേകിച്ച് കൊച്ചുമ്പൻ സാർ മുൻപിലുണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു സ്റ്റേറ്റ് കലോത്സവത്തിൻ്റെ എസ്കോർട്ടിംഗ് ടീച്ചറായിട്ട് വന്നിട്ടുള്ളത്. ആ വർഷമാണ് എനിക്ക് കഥാപ്രസംഗത്തിലും മിമിക്രിക്കും ഫസ്റ്റ് എ ഗ്രേഡ് നേടാൻ കഴിഞ്ഞത്. അപ്പോൾ അതൊക്കെ വലിയ വലിയ നല്ല നല്ല ഓർമ്മകളാണ്. വിജീഷ് ഗോപാൽ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആ കാലഘട്ടത്തിന് അപ്പുറത്തേക്ക് നിരവധി ഓപ്പർച്യൂണിറ്റികൾ ഇപ്പോൾ നിങ്ങൾ തേടിയെത്തുന്നുണ്ട്. കാരണം ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പഠനത്തോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് കായിക രംഗത്തിന് മാത്രമല്ല നിങ്ങൾക്ക് എന്ത് കഴിവ് അല്ലെങ്കിൽ ആ കഴിവിനെയൊക്കെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധി പ്രോജക്റ്റുകളും നിരവധി പരിപാടികളാണ് ഈ പറയുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിങ്ങൾക്കായിട്ട് വഴി തുറന്നിട്ടുള്ളത്. അതൊക്കെ കൃത്യമായിട്ട് പഠനത്തോടൊപ്പം തന്നെ അത് കൂടി നിങ്ങൾ കൈക്കലാക്കണം എന്നാണ് ഒരു കലാകാരൻ നിലയിൽ എനിക്ക് പറയാനുള്ളത്. ഞാൻ പഠിച്ചിരുന്ന സമയത്ത് എന്നെ പഠിപ്പിച്ച ടീച്ചർമാർക്കും എന്നോടൊപ്പം ഉണ്ടായിരുന്നവർക്ക് അറിയാം ഞാൻ പഠനത്തിൽ വലിയ മിടുക്കനായിരുന്നില്ല. പക്ഷെ എന്റെ കഴിവ് മറ്റു ചില കാര്യങ്ങളിലായിരുന്നു. അത് പരിപോഷപ്പെടുത്തുന്ന അടിസ്ഥാനത്തിലാണ് കലാരംഗത്ത് ഉയർന്നു വരാൻ കഴിയുന്നത്. അപ്പൊ എന്റെ ഒരു ജീവൻ തന്നെ അതിന് മാതൃകയാണ്. പ്രത്യേകിച്ച് കലോത്സവം എന്ന ഒരു സംവിധാനം കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ വിനോദ കലാമകലം എന്ന് പറയുന്ന ഒരു കലാകാരൻ കേരളത്തിൽ ഉണ്ടാവില്ല. അപ്പൊ അത്രയേറെ കലോത്സവത്തിലൂടെ വന്ന ഒരു കലാകാരനെ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. ഇപ്പൊ തുടർന്നും കലോത്സവം മാത്രമല്ല കായിക രംഗത്ത് സ്റ്റേറ്റ് തലത്തിലാണ് നമ്മുടെ കൊച്ചുമിടുക്കൻ എത്തിയിരിക്കുന്നത്. അതിന്റെ പിന്നിൽ ഒരു പരിധിവരെ ഞാൻ PTA ആയിരുന്ന സമയത്ത് എന്റെ കൂടി അധ്വാനം ഉണ്ടെന്ന് എനിക്ക് വളരെ സന്തോഷവും അറിയാൻ സാധിക്കും. ശേഖർ സാറിന് അറിയാം, ശ്രീ സാറിന്റെ വരവോട് കൂടി ഒരു ഗംഭീരമായ ഒരു ഫുട്ബോൾ അക്കാദമി തുടങ്ങുകയും ഈ ഗ്രൗണ്ട് സജ്ജമാക്കുകയും അങ്ങനെ ഫുട്ബോൾ അക്കാദമിയോടെ നിരവധി പ്രതിഭകളെ അതിൽ ഏറ്റവും എടുത്തു പറയാൻ തക്ക വിധത്തിലുള്ള ഒരു മെഡിക്കൽ പയ്യനാണ് സ്റ്റേറ്റ് ടീമിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. ഒരുപാട് പേര് അധ്വാനമുണ്ട്. അപ്പൊ അതൊക്കെ വലിയ കാര്യം തന്നെയാണ്. വിജീഷിന്റെ പാട്ട് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. വിജീഷ് കാലങ്ങളായിട്ട് സംഗീത രംഗത്ത് നിൽക്കുന്ന യുവപ്രതിഭയാണ്. അത് തട്ടിപ്പുറത്തെ അച്യുതൻ എന്ന സിനിമ കണ്ടിരുന്നോ? ലാൽ ജോസിന്റെ മുത്തുമുത്തിരാതെ പാട്ടുകളെന്താ അതൊക്കെ പാടും. അത് പാടും. ആ പാട്ടാൻ കേൾക്കുമ്പോൾ അറിയാൻ പറ്റും വിജീഷ് ആരാണെന്ന്. വിജീഷ് സ്റ്റേറ്റ് കലോത്സവത്തിൽ ഞാൻ ഉപയോഗിച്ചായിരുന്നു. എന്റെ ജൂനിയറായിരുന്നു. പക്ഷെ എങ്കിൽ തന്നെയും മിടുക്കനായ സംഗീതജ്ഞനാണ്. ദേവരാജൻ മാഷ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ നമ്മുടെ ദേവരാജൻ മാഷാണ്. അതല്ല, മലയാള സംഗീത രംഗത്തെ അതുല്യ പ്രതിഭയായ ദേവരാജൻ മാഷിന്റെ ശിഷ്യകളിൽ അതുല്യ ഒരു ശിഷ്യൻ കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട വിജീഷ് ഗോപാൽ. വിജീഷിന്റെ മനോഹരമായ ഗാനങ്ങൾ നമുക്ക് ആസ്വദിക്കാം. എന്തുകൊണ്ടും തികച്ചും വളരെ സന്തോഷമുള്ള ഗസ്റ്റിനെയാണ് രാജേന്ദ്ര മാഷ് നമുക്ക് ഇവിടെ നൽകിയിരിക്കുന്നത്. രമൺ ടീച്ചറും പരാതിയിലുള്ളത് എന്ത് പരിപാടിക്കും എന്നോട് ചോദിക്കാതെ നോട്ടീസിന് പേര് വെച്ചതിന് ശേഷം പേര് വെച്ചത് പറയുകയും ചെയ്യും. നിർബന്ധവും വിളിച്ചുകൊണ്ടേയിരിക്കും. ഇന്ന് ടീച്ചർ വിളിച്ച് എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ശേഖർ സാർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ എന്തായാലും വൈകിയാലും എത്താമെന്ന് പറഞ്ഞു. പിന്നെ ടീച്ചറിന്റെ അടുത്ത് പരാതി ടീച്ചറെ ഇതാണ് പിള്ളേർക്ക് ഉണ്ടായിരിക്കാൻ പറയും. ടീച്ചർക്ക് വർത്തനം പറയുകയും ചെയ്യും. കുട്ടികൾക്ക് പ്ലീസ് എന്ന് പറയുകയും ചെയ്യും. ടീച്ചർക്ക് വർത്തനം പറയുകയും ചെയ്യും. ഞാൻ എപ്പോ പരിപാടിക്ക് വിളിച്ചാലും ടീച്ചർക്ക് പരാതിയാണ്. വിനോദേ നമുക്ക് 24-ാം തീയതി 11 മണിക്കാണ് നമ്മുടെ ആനിവേഴ്സറി. വിനോദ് വരണം. ഇരിക്കുന്ന വർക്കുണ്ട്. അതിന് നോക്കാണ്. അപ്പൊ എനിക്ക് വർക്കിന് പോകാൻ പാടില്ല. 25-ാം തീയതി നമ്മുടെ മറ്റേ പരിപാടി. അന്ന് വരില്ല, അന്ന് ഉണ്ടാവില്ല. അത് എന്നും പരാതിയാ. ഞാൻ എന്തായാലും മൈക്കി പറയുന്നത് അടുത്ത പ്രാവശ്യം തന്നെ പരാതി തന്നെ വിളിക്കുന്നില്ല. എന്തായാലും വളരെ സന്തോഷം. നമ്മുടെ ഒരു സ്വന്തം കുടുംബം അല്ലെങ്കിൽ അത്ര ബന്ധമുള്ള അധ്യാപകരും ഇവിടുത്തെ മാനേജ്മെന്റ് ആയാലും ഗണേഷ് സാറൊക്കെ നമ്മൾ അധികം കൂടിയിട്ടുണ്ടല്ലേ. ബാക്കി ശേഖർ സാറും ഒക്കെ ആയിട്ടൊക്കെ അടുത്ത വളരെ ബന്ധം നമ്മൾ സ്ഥാപിക്കുന്നുണ്ട്. വിജീഷിന്റെ പാട്ട് റെഡിയായി എന്ന് വിശ്വസിക്കുന്നു.
എല്ലാ നന്മകളും ആശംസിക്കുകയാണ്. ഈ വാർഷിക പൊതുയോഗത്തിലും ഈ ആദരിക്കപ്പെടുന്ന കുട്ടികൾക്കൊക്കെ തന്നെ എല്ലാ നന്മകളും പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു, വാക്കുകൾ ചോദിക്കുന്നു. ഒറ്റ പാടാം, ഞാൻ പാടാം. രജിസ്റ്റർ പാടിയിട്ട് പാടണോ? ഞാൻ പറയില്ല, ക്രിക്കറ്റർ ആക്കണം. Iya, di Brebok. Ini kita lihat.